ഹലോ മുത്തുമണീസ്, ഇന്ന് നമുക്ക് ഫബിയുടെ കുറച്ച് പ്രോഡക്റ്റ് പാർസൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഫബി ഓൾറെഡി ഔട്ട് സൈഡാണ് ഉള്ളത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ബൾക്കായിട്ടുള്ള സാധനം ഉള്ളതുകൊണ്ട് തന്നെ കാർ എടുത്തിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് എത്താമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുള്ളി. അപ്പോൾ ഞാനിതെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് എടുത്ത് കാറിലോട്ട് വെച്ച് ഞാനങ്ങനെ അവരങ്ങോട്ട് പാഴ്സൽ ഓഫീസിലോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ കേട്ടോ. ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള ഹൈവേ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ജസ്റ്റ് വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. നമ്മുടെ എയർ ഹാൻഡ്ലൂംസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഇൻസ്റ്റയിലൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ, ആ റോഡാണ് ഇത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്താണിത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുത്താമ്പുള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ എല്ലാവരും വീട്ടിൽ സംസാരിക്കുന്നത് മലയാളമല്ല. പക്ഷേ നമുക്കിവിടെ പണ്ട് മുതലേ നമ്മളിവിടെ ഈ കൈത്തറിയുടേതായതുകൊണ്ട് തന്നെ നമ്മൾ പണ്ട് മുതൽ തന്നെ കുട്ടിക്കാലം മുതൽ എനിക്കറിയാം ഇവിടെ നമ്മളെപ്പോഴും പർച്ചേസിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല നല്ല സാധനങ്ങളാണ് ഇവർ ചെയ്യുന്നത്, ഇവിടെ തന്നെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ രാമചന്ദ്ര ഹാൻഡ്ലൂംസ് വരുന്ന വഴിക്ക് തന്നെയാണ്, അധികം കാണിക്കാൻ വിട്ടുപോയി. അങ്ങനെ നമ്മൾ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുള്ള ഗായത്രി പുഴ കിടക്കുന്ന നോക്കിയേ, നല്ല രസമല്ലേ. പിന്നെ ഇവിടുത്തെ അമ്പലങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേരളീയ സ്റ്റൈലല്ല കേട്ടോ, ഒരു തമിഴ്നാട് കർണാടക ടച്ചാണ്. അങ്ങനെ അപ്പോഴത്തേക്ക് ഫബിയോ എത്തി, സാധനങ്ങളൊക്കെ പാഴ്സൽ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. തിരിച്ചു പോകുന്ന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞ രാമചന്ദ്ര കാണിച്ചു തരാമെന്ന്. ഇതാണ് കേട്ടോ രാമചന്ദ്ര ഹാൻഡ്ലൂംസ്. ഇവിടെ നല്ല സെലക്ഷൻ തന്നെയാണുള്ളത്, നമുക്ക് വളരെ അടുത്താണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഫബിയുടെ ഉപ്പയമ്മയൊക്കെ നമ്മളെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഫബിക്ക് തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ പോക്ക് നടക്കില്ല. 24-ാം തീയതി അവളുടെ അനിയത്തി പോവുകയാണ് അജ്മാനിലോട്ട്. അപ്പോൾ അവർ വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.